നമസ്കാരം. ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ 10 വയസ്സുകാരിക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു. നെഞ്ചിൽ വെടിയേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായാണ് ഇപ്പോൾ തുടർന്നു പോകുന്നത്. 2 ദിവസം മുൻപ് 4 ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. തെക്കൻ ഗാസയിലെ ഒരു ഇസ്രായേലി ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായതെന്ന് പറയുന്നു. വെടിയേറ്റ 10 വയസ്സുകാരി തറയിൽ വീട് കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വെടിയേറ്റ് വീണ പെൺകുട്ടിക്ക് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുടെ വിശദാംശങ്ങൾ UN പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപനമായ OCHA പ്രതിനിധിയായാണ് മുഹന്നാഡ് ഹാദിയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. 3 പേർ സംഘടനയുടെ പാചകശാലയിൽ ജോലി ചെയ്യുന്നവരും ഒരാൾ സേവ് ദി ചിൽഡ്രൻ എന്ന പ്രസ്ഥാനത്തിലെ ജീവനക്കാരനുമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് കൊല്ലപ്പെട്ട ജീവനക്കാരിൽ ഒരാൾ ഹമാസ് തീവ്രവാദി സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇയാൾക്കും പങ്കുണ്ടെന്നും അത് ഇയാൾ പങ്കെടുത്തിരുന്നതുമെന്നുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാർ ഈ ആരോപണം നിഷേധിക്കുകയാണ്. എന്നാൽ ഹമാസ് പ്രവർത്തകർ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതെന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട അഹമ്മദ് അസ്മി ഖുദയുടെ കുടുംബവും ഇസ്രായേലിന്റെ ആരോപണം നിഷേധിക്കുകയാണ്. ഈ നിമിഷത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിച്ച വ്യക്തിയായിരുന്ന ഖുദെ എന്ന തീവ്രവാദികളുമായി ഇയാൾക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലായിരുന്നു എന്നുമാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പ്രസ്ഥാനമായ വേൾഡ് സെൻട്രൽ കിച്ചണും തങ്ങളുടെ ജീവനക്കാർക്ക് ആർക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ലായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ തന്നെ ഗാസയിൽ സന്നദ്ധ സേവനങ്ങൾ ഏർപ്പെട്ടിരുന്നതായി 330 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഗാസയിൽ 20 ലക്ഷത്തോളം പേരാണ് ഇപ്പോഴും മതിയായ തോതിൽ ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകാതെ ദുരിതം അനുഭവിക്കുന്നതെന്ന് പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആക്രമണത്തിൽ വേൾഡ് സെൻട്രൽ കിച്ചന്റെ 7 ജീവനക്കാരെയാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. അബദ്ധവശാൽ ഇവർക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അന്ന് വിശദീകരണം നൽകിയത്. സംഭവത്തിൽ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ഗസയിൽ മനുഷ്യത്വം മരവിക്കുന്ന ആക്രമണം തുടരുന്ന ഇസ്രായേൽ സൈന്യം ഇന്നലെ 34 പേരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ ഗസയിൽ ബെയ്ത്ത് അല്ലാഹിയയിൽ നടത്തിയ ആക്രമണത്തിൽ 10 പേരെയാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിൽ 4 പേരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ ഇസ്രായേൽ സൈന്യം ഗസയിൽ ഉപയോഗിക്കുന്നതായി ഫലസ്തീനിയൻ ഹെൽത്ത് മിനിസ്ട്രി ഡയറക്ടർ ഡോക്ടർ മുനീർ അൽ ബുഷ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കൊലപ്പെടുന്നവരുടെ ശരീരം തന്നെ ഇല്ലാതാക്കുന്ന രാസായുധങ്ങളാണ് പ്രയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജീവനക്കാരുടെ സുരക്ഷ ഭയന്ന് ഗസയിൽ സഹായ വിതരണം നിർത്തിയിരിക്കുകയാണ് UN ഏജൻസിയായ UNRW ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്.